കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതനായ പാസ്റ്റർ സാം ജോൺ ആൻഡ് ഫാമിലി, സഭയിലുള്ള ദൈവമക്കൾ ഏവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒന്ന് കണക്റ്റഡ് ആകുവാൻ സർവകൃപാലുവായ ദൈവം അവസരം തന്നല്ലോ എന്നോർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ലണ്ടൻ പെന്റക്കോസ്റ്റൽ ചർച്ചിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. വിശേഷാൽ പാസ്റ്റർ സാം ജോൺ ആ സഭയോടുള്ള ബന്ധത്തിൽ അതിന്റെ ആരംഭം മുതൽ അതിനെ വളർത്തിയെടുക്കുന്നതിൽ താൻ കാട്ടി ശുഷ്കാന്തിയും അവർ കുടുംബമായിട്ടുള്ളവരുടെ സമർപ്പണവും അവിടെയുള്ള ദൈവജനത്തിന്റെ ആ പ്രതിബദ്ധതയും ഒക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഇടയ്ക്ക് പലപ്പോഴും ഒക്കെ ഫേസ്ബുക്കിൽ അവിടുത്തെ വർഷിപ്പ് ഒക്കെ ഇങ്ങനെ ലൈവായിട്ടൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടെയൊക്കെ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമായ കർത്താവ് സഭയെ എല്ലാ അനുഗ്രഹങ്ങളാലും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെയുള്ളവരെ പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ റോസലിന്റെ കാര്യം ഓർപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുവൈറ്റിൽ ഞങ്ങളായിരിക്കുമ്പോൾ റോസലിന്റെ പേരൻസ്, റോസലിന്റെ സിബ്ലിങ്സ് അവരൊക്കെ വളരെ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെ കഴിഞ്ഞവരാണ്. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലവ് ആൻഡ് റിഗാർഡ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. റീസെന്റ് അങ്ങനെ ചെയ്തിരുന്നു. എങ്കിലും റോസലിൻ ചർച്ചിലാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡ്യൂട്ടിയുടേതായ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും എന്നെ ശ്രവിക്കുന്നതിൽ പ്രത്യേകം ഞാൻ നന്ദിയും അർപ്പിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ ബ്രദർ സാജനുമായി ഒന്ന് ടോക്ക് ചെയ്യുവാനിടയായി. ബ്രദർ സാം തോമസ് ആൻഡ് ഫാമിലി ഒരുപാട് പാട്ടുകൾ ഹൃദയത്തെ വളരെ ടച്ച് ചെയ്തു. ശേഷാൽ ദൈവത്തിലുള്ള ആശ്രയവും നമ്മുടെ കർത്താവിനോട് പ്രത്യാശയും കൂടുതൽ ഉറപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള നാളുകളാണല്ലോ ഇത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രായം മുതൽ തന്നെ ഒരു പെന്റക്കോസ്റ്റൽ ഫാമിലിയിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളത് എൻ്റെ ഈ ശുശ്രൂഷയിലും അത് വളരെ സഹായകരമായി തീർന്നിട്ടുണ്ട്. എൻ്റെ പിതാവ് പാസ്റ്റർ KP ഫിലിപ്പ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിശ്രമിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ സാം ജോണിന്റെ പിതാവ് കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ CB ജോൺ അവർ എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ആനിക്കാട് IPC സഭയിൽ അവിടെ പാഴ്സനേജിൽ താമസിച്ച് കർത്താവിന് വേല ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. കർത്തൃദാസൻ പിൽക്കാലങ്ങളിലും എന്റെയും എൻ്റെ ബ്രദർ പാസ്റ്റർ കുര്യൻ ഫിലിപ്പിനും ഒക്കെ ശുശ്രൂഷയിൽ വളരെയധികം പ്രോത്സാഹനം തന്നിട്ടുള്ള അനുഗ്രഹീതനായ ദൈവദാസനാണ്. ഇപ്പോൾ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ബലപ്പെടുത്തുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് കാലിഫോർണിയ ലോസ് ആഞ്ചൽസ് IPC ഹെബ്രോൺ ചർച്ചിന്റെ പാസ്റ്ററായി ഞങ്ങളിവിടെ താമസിച്ച് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി. അതിനു മുമ്പ് ഷിക്കാഗോയിലും ഡാളസിലുമായിരുന്നു. 2008 മുതൽ ഞങ്ങൾ സ്റ്റേറ്റ്സിലുണ്ട്. കർത്താവിന് സ്തോത്രം. എൻ്റെ വൈഫ് മിനി, മകൻ ഫിലിപ്പ്, മകൾ ജിപ്സി, അവരെയോ ഒക്കെയും ജോലിയിലാണ്, തിരക്കിലാണ്. എൻ്റെ വൈഫും ഞാനും ഒരുമിച്ച് ഇവിടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളൊപ്പം പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. എന്താണ് നമ്മെ എല്ലാവരെയും ഇങ്ങനെ ഒന്നാക്കിയത്? പലരും പറയാറുണ്ട് COVID-19 എന്ന് പറയാറുണ്ട്. നമ്മളെ ഇങ്ങനെ അടുപ്പിക്കുന്നത് COVID-19 ആണോ എന്ന് ചോദിച്ചാൽ അതൊരു സെക്കൻഡറി കോസ് ആണ്. COVID-19 is just a secondary cause. The primary cause is our loving eternal God. സ്നേഹവാനായ നിത്യനായ ദൈവമാണ് നമ്മെ ഇങ്ങനെ കണക്റ്റഡ് ആക്കിയതിന്റെ പിന്നിൽ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് we give all glory and honor to our Almighty God. Whenever we come to the presence of God, we realize God's wonderful intervention in our life. As we go through the challenge in these days, or as we have been going through for several weeks, we are also in the lockdown for over a month. We also have this daily prayer line and all. Get connected with the congregation and many other people. And we realize that God is an awesome God. God is in control. We truly recognize God's faithfulness. We confess every day Jesus never fails. God is in control of everything. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അയ്യോ ഇങ്ങനെയൊക്കെ ഭവിച്ചല്ലോ എന്നോർത്ത് നമ്മളാരും മനം കലങ്ങി നമ്മൾ ഇരിക്കുന്നവരല്ല. ലോക്ക്ഡൗൺ ആയല്ലോ എന്നോർത്ത് പരിതപിച്ച് നമ്മൾ ഐസൊലേറ്റഡ് ആയി പോയതിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുകയല്ല. മറിച്ച് നമുക്കൊരു ഉറപ്പുണ്ട്,
ഇതിനെല്ലാം നമ്മൾ നിശ്ചയമായും അതിജീവിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ വളരെ മനോഹരമായ ഒരു പാട്ട് പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, വി ഷാൽ ഓവർകം എന്നുള്ള പാട്ട്. ആ പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടായി. ദർ വാസ് എ ഗോസ്പൽ സോങ്. ആ ഗോസ്പൽ സോങ് എഴുതിയത് പബ്ലിഷ് ചെയ്തത് ചാൾസ് ആൽബർട്ട് ടിൻലി എന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അത് ഗോസ്പൽ സോങ് ആയിട്ട് എഴുതിയെങ്കിലും ദാറ്റ് സോങ് ബിക്കെയിം എ വെരി ഫെമിലിയർ വൺ or a key anthem of civil rights or civil rights movement in USA. അത് എല്ലാവർക്കും ലോകം മുഴുവൻ അത് പ്രസിദ്ധമായി ഒരു പാട്ടായി മാറി, വി ഷാൽ ഓവർകം. ഞങ്ങൾ ഇവിടുത്തെ പ്രയർ കഴിയുമ്പോൾ മിക്കവാറും അത് ഒന്ന് രണ്ട് സ്റ്റാൻസ പാടിയാണ് ഞങ്ങൾ പിരിയാറുള്ളത്. അത് ഓർപ്പിക്കുന്നത് ആ പാട്ട് എപ്പോൾ നമ്മൾ പാടുമ്പോഴും നമുക്കറിയാം അത്രയും മനോഹരമായ വേറൊരു പാട്ടുണ്ടോ എന്ന് സംശയിക്കും. ദിസ് ബിക്കംസ് വെരി മീനിങ്ഫുൾ ആസ് വി ഗോ ത്രൂ ഡിഫിക്കൽട്ട് ഡേയ്സ്. പ്രതികൂലത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു അഷുറൻസ് ഉണ്ട്, വി ഷാൽ ഓവർകം. അത് നമ്മൾ പാടുമ്പോൾ വി ആർ നോട്ട് അഫ്രെയ്ഡ് അത് പറയാറുണ്ട്. ഡെഫിനറ്റ്ലി വി വിൽ ഓവർകം, വി ഷാൽ ഓവർകം. ഹൗ? നോട്ട് ബൈ അവർ മൈറ്റ്, നോട്ട് ബൈ അവർ സ്ട്രെങ്ത്, നോട്ട് ബൈ അവർ ഫ്രണ്ട്സ്, ബട്ട് വി ഷാൽ ഓവർകം ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് ഉറപ്പുണ്ട്, നാം ഈ പരീക്ഷണ ഘട്ടങ്ങളെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവർ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ കരം ഉയർത്തി കർത്താവ് ഒരു മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാർ ഒക്കെ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദിവസങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഈ അടുത്ത ദിവസങ്ങളൊക്കെ, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇനിയും നാളെയും ഒക്കെ ഈ USA നിന്ന് പല ദൈവദാസന്മാർ, they are well connected with me, we are good friends. അവരൊക്കെയും പാസ്റ്റർ സാം ജോണിന്റെയും ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ്. അവരൊക്കെ ദൈവദിനം പങ്കിടും. ഒരുപക്ഷെ എല്ലാവരും ഒക്കെ പറയുന്ന വേദഭാഗവും വായിക്കുന്നതും ഒക്കെ മിക്കവാറും ഒക്കെ ഒരേ വാക്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് രാവിലെ പാടിയ പാട്ട് പാടുന്നതിന് മുമ്പ് ബ്രദർ സാം ഇൻട്രൊഡക്ഷനായി പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന വാക്യവും അദ്ദേഹം കോട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്, ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നതോ ഈ ദിവസങ്ങൾ കേട്ട ഒരു വചനമാകാം. എങ്കിലും കുഴപ്പമില്ല, ദൈവവചനം റിപ്പീറ്റഡ് ആണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. വചനം വളരെ ശക്തിയുള്ളതാണ്. അത് പലരിൽ കൂടെ വരുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ഊന്നൽ, എംഫസിസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് even if I repeat the words or I repeat the scripture, please take it as granted, keeping in your mind that I may have a different emphasis in it. But the message is the same. The Lord is an unchanging God. Hallelujah. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവം പെട്ടെന്ന് മാറ്റുന്നില്ല. നമ്മളിപ്പം നിങ്ങളിവിടെ 3 ആഴ്ചയിലധികമായി, ഞങ്ങൾ 1 മാസം കൂടുതലായി, കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓരോ ദിവസം ഇങ്ങനെ ടെലിവിഷൻ ന്യൂസ് കേൾക്കാറുണ്ട്, ഇന്ന് എത്ര പേര് മരിച്ചു, ഇന്ന് എത്ര പേര് അഫക്റ്റഡ് ആയി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡെയിലി നമ്പർ കൂടുന്നു അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുന്നു, കുറയുന്നതായിട്ട് കാണുന്നില്ല. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അവിടെ സിക്ക് ആയപ്പോഴും ഞങ്ങളും ഫാമിലി ആയിട്ട് പ്രാർത്ഥിച്ചു ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ബോറിസിന്റെ വിടുതലിന് വേണ്ടി. ഇവിടുത്തെ പ്രസിഡന്റും പറയാറുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. അമേരിക്കയുടെ പ്രസിഡന്റും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും ഫ്രണ്ട്സാണ്. അവിടെയുള്ള ദൈവമക്കളും ഞങ്ങളും ഫ്രണ്ട്സാണ്. ദൈവദാസന്മാരും ഇവരുടെ ദൈവദാസന്മാരും ഫ്രണ്ട്സാണ്. ഞാൻ പറയുന്നത്, സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ പെട്ടെന്ന് മാറിയില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. God may not change our life situations instantly. Why? Because God wants to change us in allowing us to go through this crisis period. ഈ പ്രതിസന്ധിയിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നതിന്റെ പിന്നിൽ സാഹചര്യം പെട്ടെന്ന് മാറുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടണ്ട. നമ്മൾ ധൈര്യപ്പെടുക. ദൈവത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യുവാൻ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെ ചേഞ്ച് ചെയ്യുവാൻ പ്ലാൻ ഉണ്ട്. God wants to change us. ഞാൻ ചോദിക്കട്ടെ, അവിടെ 3 ആഴ്ചയായി ലോക്ക്ഡൌൺ, ഇവിടെ അതിൽ കൂടുതലായി. നമ്മൾ എപ്പോഴും മനസ്സിൽ ഉയരേണ്ട ഒരു ചിന്തയുണ്ട്. How far we have changed in our perspective, in our attitude, in our action. നമ്മുടെ ജീവിതത്തിന്റെ മനോഭാവത്തിലും നമ്മുടെ വീക്ഷണങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലും എത്രമാത്രം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വ്യത്യാസവും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ അധികം ദൈവത്തോട് കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയുള്ളൂ, ദൈവമേ എനിക്കൊരു ചേഞ്ച്, നമുക്കൊരു ചേഞ്ച്, വ്യക്തിപരമായി, കുടുംബങ്ങളായി, സഭയായി,
ഒക്കെ നമുക്ക് ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. നമ്മള് ദിനവൃത്താന്ത പുസ്തകത്തിലെ 7:14 നമ്മുടെ കുമ്മനാട് കൺവെൻഷനിലെ ഒരു വലിയ തീമായിരുന്നു. ഇപ്പോഴും അതെടുത്ത് വായിച്ച് പ്രസംഗിക്കാറുണ്ട്. അതുപോലെ ശരിയാണ്. അവിടെയും നാം വായിക്കുന്ന ഭാഗത്ത് ദൈവത്തെ അറിയുന്ന ജനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക. അവർ തന്നെത്താൻ താഴ്ത്തുക, ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ അതിപ്രധാനമാണ് താഴ്ത്തുക. നമ്മൾ പറയാം യെസ് വി ഹംബിൾ അവേഴ്സെൽസ്. പക്ഷെ ദുർമാർഗങ്ങളോ നമുക്കതില്ലല്ലോ നമ്മൾ ചിന്തിക്കും. ഇവിടെയാണ് ദൈവദിന ധ്യാനത്തിന്റെ ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ട പ്രാധാന്യം. അങ്ങനെ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തികൾ നമ്മിലുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് എപ്പം നടക്കുന്നുണ്ടോ അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യും. അപ്പൊ ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അരുതാത്തത് എന്തൊക്കെയാണ് എന്ന് ഇതുവരെ നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തെ അറിയുന്ന ജനം ആണ് ഈ കൂടുതൽ മാനസാന്തരത്തിലേക്ക് വരേണ്ടത്. നിശ്ചയമായും ദൈവസഭയ്ക്ക് മാനസാന്തരം ഉണ്ടാകണം, ദൈവജനത്തിന് ഉണ്ടാകണം. ഒപ്പം തന്നെ we truly believe that the whole world is to turn to God. The people, they may not know God, but they need to know God. They need to know there is only one living God. So I always reckon these two factors. Number one is the church, the people of God need to be repentant, need to recognize God's ways and to do his will. Number two, the people, though they may not know God, they should turn unto the living God. Look everywhere. ദൈവത്തെ അറിയാത്ത എത്രയോ പേര് ഇന്നും ഇത്രയും പ്രതിസന്ധി വന്നിട്ടും people they don't recognize God. ഈ രാജ്യത്ത് US-ൽ തന്നെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ, അദ്ദേഹം വളരെ ആങ്സൈറ്റിയിലായിരുന്നു കുറെ നാളായിട്ട്. എന്നാൽ അവിടെ അല്പം ഇംപ്രൂവ്മെന്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചിലരൊക്കെ പറഞ്ഞു, ഏതായാലും ദൈവം കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്തി തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റന്റ് റെസ്പോൺസ് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞത്, it is not God, it is not the faith, it is our action that is behind the decline of the death rate. നോക്കുക, ഇങ്ങനെയുള്ള ചിന്തകള് ഇപ്പോഴും പുലർത്തുന്ന ഭരണകർത്താക്കൾ ലോകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഒരു മാറ്റവും പലർക്കും വന്നിട്ടില്ല. ഇത്രയൊക്കെ വന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല. പ്രിയരെ, മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മാറ്റം വന്നില്ലല്ലോ എന്നോർത്ത് നമുക്ക് പരിഭവം വേണ്ട. നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് എന്തുമാത്രം മാറ്റം വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ ആയിരിക്കട്ടെ. ഞാൻ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് വരാം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് പാട്ട് ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ എന്റെ മെസ്സേജിന്റെ വാക്യം കൂട്ടി ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഏത് വാക്യമാണ് എന്ന് ചിലരെങ്കിലും ഇപ്പൊ തന്നെ മനസ്സിലാക്കി കാണും. ജോൺ ചാപ്റ്റർ 14 ആ ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 25 to 27. ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രൈസ് ഗോഡ്. ഞാൻ 28 ഒന്ന് ചേർത്ത് വായിക്കട്ടെ. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതിന്റെ 15, 16, 17 അധ്യായങ്ങൾ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. യേശു ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞു തുടങ്ങി, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവരുടെ ഉള്ളിലത്തിൽ ഒരു ചിന്തയുണ്ടായി, ഓ, we are going to be orphans in this world. They could not think about it because they were in such a bond, such a strong relationship, Jesus and the disciples. ആ റിലേഷൻഷിപ്പ് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ how could Jesus say that Jesus was to leave them? യേശു അവരെ വിട്ടുപോകാന്ന് എങ്ങനെ പറയാൻ ഒക്കുക? അതെങ്ങനെ സാധിക്കും? പക്ഷേ that was the purpose of God. God the Father sent Jesus the Son to this world to accomplish a mission. ആ മിഷൻ അക്കംപ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ
യേശു ലോകത്തിൽ നിന്ന് പിതാവിന്റെ അരികിലേക്ക് പോകും, അത് പോയേ പറ്റൂ. ബട്ട് ജീസസ് നെവർ wanted to leave them as orphans. See the point? Jesus promised about the Holy Spirit. പരിശുദ്ധാത്മാവിനെയും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയക്കുന്നതിനെ കുറിച്ചോടെ പറയുന്നുണ്ട്. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. We find the continuity of the Holy Spirit. Continuity from Jesus, the Son of God. Look unto God the Father, God the Son, God the Holy Spirit. The triune God works in wonderful harmony. നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. We may not be able to convince everybody because God is God. We all are human beings. നമ്മുടെ ബ്രെയിനിന് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ വെക്കാബുലറിക്കും എക്സ്പ്ലനേഷനും പരിമിതിയുള്ളത് കൊണ്ട് ആ ത്രിയേക ദൈവത്തെ ഒരുപക്ഷെ നമ്മുടെ വെക്കാബുലറി കൊണ്ടോ ടേംസ് കൊണ്ടോ കൺവിൻസ് ചെയ്യാൻ കഴിവില്ലായിരിക്കാം. ബട്ട് ദിസ് ഈസ് എ ഫാക്ട് ഇൻ ദ ബൈബിൾ. ദിസ് ഈസ് എ റെവലേഷൻ ഇൻ ദ ബൈബിൾ. ദൈവത്തിന്റെ വചനത്തിന്റെ വസ്തുതയാണ്, സത്യമാണ്, മർമ്മമാണ്. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അതോർക്കുമ്പോൾ എത്ര സന്തോഷം നമുക്കുണ്ട്. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലുണ്ട്, നമ്മിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് നമ്മെ സജീവമായി നിലനിർത്തുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നു, നിങ്ങൾ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതേ ഞങ്ങൾ വന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വാസം ചെയ്യും. ആരാണ് ഞങ്ങൾ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളത്തിൽ വാസം ചെയ്യും. ഇങ്ങനെ ഒരു വാസം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയം കലങ്ങേണ്ട കാര്യമില്ല. അയ്യോ, ആരും എന്റെ കൂടെ ഇല്ലല്ലോ, ഭാരപ്പെടേണ്ട. പ്രിയരെ, എല്ലാറ്റെയും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ഉള്ളത്തിൽ നിന്ന് നമുക്കൊരു ശബ്ദമുണ്ടാകും, എന്റെ മകനെ, എന്റെ മകളെ, മുന്നോട്ട് പോവുക. എന്താ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുക? യു ജസ്റ്റ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് മൈ മെസ്സേജ് ടുഡേ. യു ജസ്റ്റ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എടുക്കുക. അതെങ്ങനെ നമുക്ക് സാധിക്കും? ഈ വലിയ പ്രതികൂലത്തിന് നടുവിൽ, ഈ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ, ലേ ഓഫ് പലയിടങ്ങളിലും ആയി കഴിഞ്ഞു. നമുക്കതിനെ അറിഞ്ഞുകൂടാ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ? വി ആർ നോട്ട് ഷുവർ. ബട്ട് വി ആർ ഷുവർ അബൌട്ട് വൺ തിങ്. വിത്ത് ഗോഡ് വി വിൽ ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ ലൈഫ്. അടുത്ത സ്റ്റെപ്പ് ദൈവത്തോടു കൂടെ നമുക്ക് എടുക്കാൻ കഴിയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു കോട്ട് ഇങ്ങനെ കണ്ടു. ആ ബുക്കിൽ ഇങ്ങനെയാണ് അത് എഴുതിയത്. ചാർലി മാക്സി എന്നാണ് ആ ഓതറിന്റെ പേര്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കിന്റെ പേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദ ബോയ്, ദ മോൾ, ദ ഫോക്സ് ആൻഡ് ദി ഹോഴ്സ്. ആ ബുക്കിലെ ഒരു ഡ്രോയിങ് ഉണ്ട്. ഒരു ഡ്രോയിങ്. ആ ഡ്രോയിങ്ങിൽ അത് പാരഫ്രൈസ് ചെയ്താൽ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് പാരഫ്രൈസ്ഡ് ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് the boy we find the boy is leading a horse through the woods. മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരിടത്തൂടെ ഒരു കുതിരയെ കൊണ്ട് ഒരു ബോയ്, ഒരു ആൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. when the boy is leading the horse through the woods and boy says, I cannot see the way through. എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല. I cannot see the way through. Then the horse responded, can you see to take the next step? നിനക്ക് അടുത്ത ചുവട് വെക്കാനുള്ള ഇടം കാണുന്നുണ്ടോ? Then the boy said, yes. The horse said, you just take that next step. ശ്രദ്ധിക്കുക, എന്നെ അത് വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി. ഇടതൂർന്ന വനത്തിൽ കൂടെ ഈ കുതിരയുമായി ഹോഴ്സുമായി പോകുന്ന ആൺകുട്ടി പറയുകയാണ്, അയ്യോ, എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല. എന്താ കുതിര പറഞ്ഞ ഉടനെ? നിനക്ക് അടുത്ത സ്റ്റെപ്പ് കാണാൻ കഴിയുമോ? അപ്പോൾ ഈ ബോയ് പറയുകയാണ്, എനിക്ക് കാണാം. കുതിരയുടെ മറുപടി, യു ജസ്റ്റ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു ഇതുവരെ? എത്രയോ അവസരങ്ങളിൽ ക്രോസ് റോഡിൽ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാതെ നമ്മൾ നിന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് തീരുമാനമെടുക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ജീവിതത്തിലായപ്പോ എത്രയോ പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനിൽ, ആങ്സൈറ്റിയിൽ, കയോട്ടിക് സ്റ്റേജിൽ കടന്നു പോകാത്തവരാരുമില്ല. We all went through difficult situation, crisis. We were in the crossroad without knowing
how to take the next step, what is the future. We were concerned of what happens next year, next week, or in our future. But the Lord showed us a way for us. ഇത്ര നല്ല ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്? Praise the Lord. We find the same in the book of Exodus chapter 15. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ മനോഹരമായ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം അത് ചെങ്കടലൊക്കെ കടത്തി മുന്നോട്ട് പോയി. ചെങ്കടലൊക്കെ കടത്തി മുന്നോട്ട് പോയി. മോശയും മിരിയാമും ഒക്കെ ഒരു പാട്ടൊക്കെ പാടി, മിരിയാമ് തപ്പൊക്കെ എടുത്തു. സഹോദരിമാരെല്ലാം കൂടി അവർ ഒത്തിരി സന്തോഷിച്ചു. നല്ല പാട്ടും ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ മാറയിലെത്തി. അവർക്ക് ആദ്യം അവിടെ വെള്ളമില്ല, പിന്നെ കിട്ടിയ വെള്ളമോ കയ്പുള്ളതായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. That's what we read in Exodus chapter 15 verses 22 onwards. 15-22, പുറപ്പാട് 15-22. അവിടെ നമ്മൾ വായിക്കുന്നു verse 23, മാറയിലെത്തിയാറെ, മാറായിലെ വെള്ളം കുടിപ്പാൻ അവർ കഴിയില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അടുത്തത്, അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. Look at that. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. വഴിയില്ല, എന്നാൽ ദൈവം വഴി കാണിച്ചു കൊടുത്തു. ആർക്കാ ദൈവം വഴി കാണിച്ചു കൊടുക്കുന്നേ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കും. അവിടെ നമ്മൾ കാണുന്നുണ്ട്, മോശ അവരെ നയിക്കേണ്ട വ്യക്തിയാണ്. Moses is the leader. You know, people very often they murmur, they protest, they do all these things. They may say this and that against a leader. But leader is an anointed person. He knows the secret to find the solution. Moses knew the secret. Moses realized it many times in his life. എത്രയോ പ്രാവശ്യം മോശയ്ക്ക് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെയും മോസസ് pleaded unto God. അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു. പ്രിയരെ, നമുക്ക് ഇത്ര ചെയ്യാനുള്ളൂ കേട്ടോ. ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ ലോക്ക്ഡൌൺ നമ്മൾ എന്താ ചെയ്യുന്നത്? We sit in God's presence and pleading unto God, Lord, open a way for us. God show us a way. If we do it, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യും. മാറായിലെ വെള്ളം കയ്പുള്ളത്, പക്ഷേ ദൈവം എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞു, ഒരു വൃക്ഷം കാണിച്ചു. അതെ, അത് വെള്ളത്തിലിട്ടപ്പോൾ, അതിന്റെ ഒരു ലോഗ് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി. ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ പകലാണ്, അവിടെ രാത്രിയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, മാറായ മധുരമാക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ ഉണ്ടാകാം. എന്നാൽ ഇതൊന്നും അതെ വലിയ ദൈവത്തിന് നീക്കാൻ കഴിയാത്ത പ്രശ്നമായിട്ട് നമ്മൾ കരുതരുത്. നമുക്ക് കഴിയില്ല, എന്നാൽ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മാറായെ മധുരമാക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നവരാ. അതുകൊണ്ടാണ് പറയുന്നത്, we shall overcome by trusting in God. How? We will plead unto God. God will show us a way. പ്രിയരെ, എന്തിനായിരുന്നു ഇതൊക്കെ? ദൈവവും ജനവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ആ ഉടമ്പടി ബന്ധം താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ആ ഉടമ്പടി ബന്ധത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പ്രിയരെ, COVID-19 അഫക്റ്റഡ് ആയി ഞാനായിരിക്കുന്ന ഈ ചർച്ചിലും 2 പേരുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരും വളരെ സ്ട്രോങ് ആണ്. they are very strong in faith. എന്താണ്? there is a promise. ദൈവജനത്തിൽ വാഗ്ദത്തമുണ്ട്. എന്താണ് വാഗ്ദത്തം? I am the God that healeth. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അതിനർത്ഥം എന്താണ്? നമ്മുടെ ദൈവം നമ്മോട് പറയുന്നു, ധൈര്യത്തോടുകൂടെ, you look into the future. I am making a way for you. I will make a way for you. ഞാൻ നിനക്ക് ഒരു വഴിയൊരുക്കും. ഞാൻ നിനക്ക് സൗഖ്യം തന്ന് നിന്നെ മുന്നോട്ട് നടത്തുമെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലാണല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ലോകം നൽകുന്ന പോലെയല്ല. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തിങ്കൽ, at the time of Jesus' birth, we find the angels appeared and said wonderful thing. എന്താ പറഞ്ഞത്? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. Praise God. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവത്തിന്റെ സമാധാനം ഒന്നുകൊണ്ട് മാത്രമാ പ്രിയരി.
നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകമല്ല ഇത് നമുക്കറിയാം. പലപ്പോഴും അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും ഒക്കെ എല്ലായിടും ഒന്നും ആയിക്കഴിഞ്ഞു. നമ്മൾക്ക് ജനിച്ചു പറഞ്ഞ കേരളവും ഇന്ത്യയും ഒക്കെ അങ്ങനെ ആയി മാറി. പിന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ കാര്യം പറയാനുമില്ല. യൂറോപ്പിലൊക്കെ പല പള്ളികളും സർക്കസ് കൂടാരങ്ങളായും പല ടെമ്പിളായിട്ടും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒരു കാലത്തൊക്കെ വളരെ ആരാധന ശക്തിപ്പെട്ടു നിന്ന പലയിടങ്ങളിലും യൂറോപ്പിലൊക്കെ ഇന്ന് പള്ളി പൂട്ടിയിരിക്കുക, ലോക്ക്ഡൌൺ ആക്കി കഴിഞ്ഞു. ഇപ്പോഴാണ് അവരുടെ ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നത് പള്ളിയുടെയും അതെ കൂടുവരേണ്ടതിന്റെയും പ്രാധാന്യമൊക്കെ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. ദൈവം പറയുകയാണ്, അല്പകാലം ലോക്ക്ഡൌൺ ആക്കി നിങ്ങൾ തന്നെ നേരത്തെ ലോക്ക്ഡൌൺ ആക്കിയ പള്ളികളുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ജനത്തെ ഇതിൽ കൂടെ കടത്തിവിടുന്നത്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, സമാധാനം ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാതിരിക്കുന്നു. അതേ ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കഴിയുന്നില്ല. They are helpless. Rich countries, they are helpless. Praise God. UNO, they are helpless. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നു, ഒരിടത്തേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. The whole world, look unto God and repent from sins. ദൈവത്തെ നോക്കുക, മനസാന്തരപ്പെടുക. ഇത് ദൈവത്തോട് വിളിച്ചു പറയുവാൻ, ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവം നമ്മളെ ലോകത്തിൽ ആക്കി വെച്ച്. We have a mission to do. നമ്മൾ ഇതിനെന്നും കൂടി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുക മാത്രമല്ല, നമുക്ക് ആരെങ്കിലും ഒക്കെ നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ പറയണം, യെസ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഹാസ് എ പർപ്പസ്. പ്രിയരെ, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. സമാധാനം നഷ്ടപ്പെടുന്ന ലോകത്തിൽ എന്താണ് ദൈവപ്രസാദമുള്ള ഒരു കൂട്ടമായി നാം നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കൂട്ടത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെയുള്ള കൂട്ടങ്ങളെ രൂപപ്പെടുത്തണം. വലിയ പള്ളി പണിതത് കൊണ്ടോ, ശക്തന്മാരെ പാസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടോ, ഒരുപാട് പേര് കൂടാനുള്ളത് കൊണ്ടോ ദൈവപ്രസാദം ഉണ്ടാകണമെന്നില്ല. അത് നമുക്കെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഈ കാലങ്ങളിൽ കൂടുതൽ. എന്നാൽ ദൈവപ്രസാദം ഉണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകലും അതെ, നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയണമെങ്കിൽ ദൈവപ്രസാദമുള്ളവരായി നമ്മൾ തീരണം. ആർക്കാണ് ദൈവപ്രസാദമുള്ളത്? Praise God. Who are the people whom God is pleased? Who are the people in whom God is delighted? ആരില ദൈവം പ്രസാദിക്കുന്നത്? ദൈവത്തിന്റെ പ്രസാദം ആർക്കാണ് ഉണ്ടാകുന്നത്? Praise God. നമുക്ക് അത് ശ്രദ്ധിക്കാം. ഒന്നാമത്, having faith in God. That's the pleasing one. ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഏറ്റവും വലിയ പ്രവൃത്തി. ഇന്ന് പകലിൽ അതോർത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തിൽ വിശ്വസിപ്പാൻ നമുക്കിടയായി തീരുക. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ വിശ്വാസത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ്. ബട്ട് ഇൻ അവർ ഡെയിലി ലൈഫ് വി ഗ്രോ ഇൻ അവർ ഫെയ്ത്ത്. വിശ്വാസം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയിരിക്കണം. ആ വളർച്ചയുടെ മറ്റൊരു സ്റ്റേജാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. Romans chapter 8 verse 14. Those who are being led by the Spirit of God are the grown up children of God. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ, മക്കൾ എന്നുള്ള പ്രയോഗത്തിന് the Greek word huios, that means matured, grown up children എന്നാണ് അർത്ഥം. John 1:12 ആ വാക്യം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ഒരു പൈതലിനെ കുറിച്ചാണ്. യേശുവിനെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിച്ചു. ഗുഡ്. രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു. നല്ലൊരു തുടക്കം. എന്നാൽ റോമൻസ് 8:14 വരുന്നത് ലെഡ് ബൈ ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. അതാണ് ഇവിടെ നമ്മൾ വായിച്ച ജോൺ ചാപ്റ്റർ 14:25 ഓൺവേർഡ്സ് നമ്മൾ വായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ആ ഉപദേശമൊക്കെ കേട്ട് ആ നടത്തിപ്പൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം. അത് നമ്മൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കുള്ള അവസരം ഉണ്ടാകും. പരിശുദ്ധാത്മ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചൊക്കെ നിങ്ങളെ ഓർപ്പിക്കും. എത്ര മനോഹരമായ വാക്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ആ ഗൈഡൻസ് നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട്? ആ പ്രബോധനം, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ പെരുകി വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? Do we get the counsel of the Holy Spirit? Are we being guided by the Holy Spirit? Do we get the voice from the Holy Spirit? Pentecostals, the people, those who worship God in spirit and truth, let me ask you, even if you don't go to the church, you may be safer at home more than any time. But how are we be safe? How are we be safer? നമ്മൾ എങ്ങനെ സുരക്ഷിതരായിരിക്കുന്ന അറിയാമോ? നാം സുരക്ഷിതരാണെന്ന് പറഞ്ഞാൽ അടച്ച വീട്ടിലിരിക്കുന്ന മാത്രമല്ല, ദൈവാത്മാവിന്റെ ഒരു ശബ്ദം നമ്മൾ കേട്ടുകൊണ്ട് പോകുന്നതാണ്. നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം, ഉണർത്തിക്കൊണ്ടിരിക്കണം.
യേശു പഠിപ്പിച്ചതൊക്കെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കണം. അത് കേട്ട് ഏറ്റെടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അപ്പോൾ അത് വിശ്വസിക്കണം. ഹാവിങ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ വളരുക. വിശ്വാസം എന്ന വരമുണ്ട് എന്ന് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് സാധാരണ വിശ്വാസമല്ല. ദാറ്റ്സ് നോട്ട് എ മെക്കാനിക്കൽ ഫെയ്ത്ത്, ബട്ട് ഇറ്റ്സ് എ ഗ്രോയിങ് ഫെയ്ത്ത്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അത് വിശ്വാസം എന്ന വരമാണ്. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ ഹാനോക്കിനെ കുറിച്ച് വായിക്കും. അത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ 11-ന്റെ 5-6 വാക്യം ആരെങ്കിലും നമുക്കൊന്ന് വായിക്കാം. അതൊന്ന് കാണിക്കാം, പ്രൊജക്ട് ചെയ്യുന്ന നല്ലതാണ്. Hebrews chapter 11 verses 5 and 6. Hebrews 11, 5 and 6. 11-ന്റെ 5-6 മനോഹരമാണ് വാക്യം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. കുറെ കഴിഞ്ഞ ഹാനോക്കിനെ കാണുന്നില്ല. എന്താ കാരണം? ദൈവം അവനെ എടുത്തു. ദൈവം അങ്ങ് എടുത്തുകൊണ്ടതിനാൽ പിന്നെ ഹാനോക്കിനെ കണ്ടില്ല. അപ്പൊ നോഹയുടെ കാലത്തിന് മുമ്പ് ആണല്ലോ ഹാനോക്കിന്റെ ജീവിതം. വളരെ ദുഷ്ടത കൊണ്ട് പെരുകിയൊരു തലമുറ, അധർമ്മം പെരുകി. ആ കാലത്തെ കുറിച്ച് അങ്ങനെ നോഹയുടെ കാലം പിന്നീട് വരുമ്പോൾ പറയുന്നത് എന്താ? യഹോവ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അനുദപിച്ചു. God was grieved because he made man. That's what we find at the time of Noah. But we find about Enochന്റെ കാലത്ത്, ഹാനോക്കിന്റെ കാലത്ത് എന്താ സംഭവിക്കുക? അവിടെയും നമ്മൾ അതിനേക്കാൾ മോശമാകുന്ന കാലമായി നമ്മൾ വീണ്ടും കാണുകയാണ് മനുഷ്യൻ. എന്നാൽ Enoch was not carried away by the situation. ജീവിത സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടവൻ പോയില്ല. He walked with God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. He led a good family life. He became a prophet. ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആലോചനകൾ അവൻ വിളിച്ചു പറഞ്ഞവനായിരുന്നു. എന്താ തെളിയിക്കുന്നത്? അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. അവന്റെ വിശ്വാസം, ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇറ്റലിയിലെ ഒരു മുത്തശ്ശിയെ കുറിച്ച് വായിക്കുകയുണ്ടായി. ഇറ്റലിയിലെ മുത്തശ്ശി എന്ന് പറയുന്ന ആ ലേഡിയെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അവിടെ കണ്ടത് 100-ലധികം വയസ്സ് അവർക്ക് പ്രായമുണ്ട്. വളരെ പ്രായം ചെന്ന ആ വ്യക്തിയോട് ആരോ ചോദിച്ചു, എങ്ങനെയാണ് ഈ 104-ാമത്തെ വയസ്സിൽ 104 ഈ 104 വയസ്സുള്ള ആ ഓൾഡ് ലേഡി, അവിടെ അതിനെക്കുറിച്ച് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്, സൂപ്പർ ഓൾഡ് സർവൈവർ. സൂപ്പർ ഓൾഡ് സർവൈവർ. ഈ 104 വയസ്സുള്ള സൂപ്പർ ഓൾഡ് സർവൈവർ മുത്തശ്ശി, പ്രായമുള്ള സ്ത്രീ, അവരോട് ചോദിച്ചു, എങ്ങനെ, ഹൗ ഡിഡ് യു ഓവർകം COVID-19? ഹെർ റെസ്പോൺസ്, മറുപടി ഇങ്ങനെയാണ്, അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസം, അസാധാരണമായ എന്റെ ധൈര്യവും ആണ് ഇതിനെ ഓവർകം ചെയ്തത്. എത്ര മനോഹരമായ പദങ്ങൾ അല്ലേ? God is immutable, unchanging. She had a deep faith in the unchanging God. Number one. Number two, the courage she received from God who is immutable. ഒരിക്കലും മാറ്റമില്ലാത്ത ആ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ലഭിച്ചു? വലിയ ധൈര്യം ലഭിച്ചു. പ്രിയരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോകാനല്ല, അതിലുപരിയായി the faith results in courage. വിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോൾ വലിയ ധൈര്യം നമുക്കുണ്ടാകും. അതിനർത്ഥം എന്താ? നമ്മളിങ്ങനെ 3 ആഴ്ചയായിട്ട്, അല്ലെങ്കിൽ അവിടെ 3 ആഴ്ച, ഇവിടെ 1 മാസത്തിലധികമായി നമുക്ക് ഇങ്ങനെ പ്രയർ ഉണ്ട്. എല്ലാ ദിവസവും കേൾക്കുന്നു, വചനം കേൾക്കുന്നു, വചനം കേട്ടു, പ്രാർത്ഥിച്ചു, നമ്മളെല്ലാം പോയി. പിന്നെ നമ്മൾ പഴയ പോലെ ഭീരുക്കളായി ജീവിക്കാനാണോ? ശിഷ്യന്മാർ പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു. യേശുവിന്റെ കൂടെ നടന്നപ്പോഴൊക്കെ അവർ കൂടെ ഭീരുക്കളായി. അത് മനുഷ്യന്റെ പ്രകൃതിയെ കേട്ടോ. ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് എ ഹ്യൂമൻ ബീങ്. എപ്പോഴും ഇങ്ങനെ ഭയന്ന് ജീവിക്കുക. ബട്ട് ഗോഡ് ഡസ് നോട്ട് എക്സ്പെക്ട് us to become fearful. എപ്പോഴും ഇങ്ങനെ ഭയന്ന് ജീവിക്കാനല്ല. നമ്മൾ എന്തായിരിക്കണം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ബി കറേജിയസ്, ബി സ്ട്രോങ്. ലുക്ക് അറ്റ് ദി ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് വരെ അവർ വാതിലടച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. എന്നാൽ ഹോളി സ്പിരിറ്റ് ഡിസെൻഡഡ് അപ്പോൺ ദം. ഹോളി സ്പിരിറ്റ് വന്ന് അവർ ശക്തരായി തീർന്നപ്പോൾ പത്രോസ് 11 പേരോട് എഴുന്നേറ്റ് നിന്ന് ഒരു സ്ട്രോങ് മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു. ഓരോ ചാപ്റ്ററും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നീടുള്ള ശിഷ്യന്മാരെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? They were really heroes, not zeros. അവരൊക്കെ ധീരന്മാരായി മാറി, അല്ലേ? എന്താ അതിന്റെ കാരണം? They believe in the sovereign God. നമ്മൾ ആ ചാപ്റ്റർ 4, ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 23 ഓൺവേഴ്സ് ആണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പ്രാർത്ഥന. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രയർ ഇറ്റ് ഈസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രയർ. ആ പ്രാർത്ഥനയില് പത്രോസിനെയൊക്കെ കോൽ കൊണ്ട് അടുപ്പിച്ച് ജയിലിൽ നിന്ന് വിട്ടു. പത്രോസും യോഹന്നാനും അവിടെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് they had a collective, a corporate prayer. ഒരുമിച്ച് ഒരു പ്രാർത്ഥന കഴിച്ചു. എത്ര മനോഹരമായ പ്രാർത്ഥന!
ദാറ്റ്സ് an ideal prayer. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മൾ വായിച്ച് ധൈര്യപ്പെടണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ വായിക്കുന്ന പദത്തിൽ ഇങ്ങനെയാണ്: ആകാശം ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉളവാക്കിയ നാഥനേ. അതിനർത്ഥം എന്താ? ദൈവമേ, അവിടുന്ന് സോവറൻ ഗോഡാണ്, അങ്ങേ പോലെ വേറെ ആരുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചൊരു കുറുവാക്യമുണ്ട്, എ കീ ടെക്സ്റ്റ് ഇൻ മൈ ലൈഫ്. പ്രൈസ് ഗോഡ്. എന്നറിയാമോ, പല വാക്യങ്ങളുണ്ട്. അതിലൊരു വാക്യം സഭാപ്രസംഗിയിലെ ഒരു വാക്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് അങ്ങ് തരികയാണ്, നിങ്ങൾ അത് കണ്ടുപിടിച്ചോണം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇപ്പൊ നോക്കരുത് ആരും, ശാന്തമായിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ വാക്യം കണ്ടുപിടിച്ചാൽ മതി. ഉന്നതനും മീതെ ഒരു ഉന്നതനും, അതിന് മീതെ ഒരത്യുന്നതനും നമുക്കായി ജാഗരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവിശ്വസിക്കുന്ന കരമെടുത്ത് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഉന്നതന് മീതെ ഒരു ഉന്നതനും, അതിനു മീതെ ഒരു അത്യുന്നതനും നമുക്കായി ജാഗരിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിൽ വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ ഒക്കെ വരട്ടെ, തകർച്ചകൾ വരട്ടെ, പ്രിയരെ, നമ്മുടെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല, കണ്ണുനീര് കൊണ്ട് നമ്മുടെ കിടക്കം നനച്ചെന്നിരിക്കട്ടെ, ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് തോന്നട്ടെ, ആ വാക്യം നമ്മൾ ഉരുവിടണം കേട്ടോ. ഉന്നതന് മീതെ ഒരു ഉന്നതനും, അതിനു മീതെ ഒരു അത്യുന്നതനും നമുക്കായി ജാഗരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും നിലനിർത്തട്ടെ ഈ വാക്യം. ഇതാണ് നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ആ ദൈവം നമുക്ക് കാണിച്ചു തരും. എങ്ങനെ? തന്റെ സമാധാനം ഉള്ളത്തിൽ തന്ന് നമ്മെ ഓരോരുത്തരോടും പറയും, മകനെ, മകളെ, ഭാരപ്പെടേണ്ട, ട്രസ്റ്റ് ഇൻ മീ ആൻഡ് ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് എന്ത് വേണം? ദൈവത്തിന്റെ പ്രസാദം നമ്മിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? നമ്പർ 1, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അത് കേവലം ജസ്റ്റ് ഒരു യാന്ത്രികമായ വിശ്വാസമല്ല, അത് വളരുന്ന വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ആദിമസഭ അങ്ങനെയുള്ള വിശ്വാസത്തിൽ അവർ വളർന്ന് മുന്നോട്ട് പോയി. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകലിൽ അതേ വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, have faith in God. That is a living faith, growing faith. വളരുന്ന വിശ്വാസം, കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ കടുകുമണിയുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, അത് ചെറുത് എന്ന് തോന്നിയാലും അതിന് ഉള്ളത്തിൽ മുഴുവൻ ഫുൾനെസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസം. നമ്പർ 2, obey God in our life. ദൈവത്തെ എല്ലാത്തിലും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നാം ദൈവത്തെ അനുസരിക്കണം. The book of Epistle to Hebrews chapter 13 verse 21. എബ്രായ ലേഖനം 13:21 ആണ് ആ വാക്യം. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അവൻ എല്ലാ നന്മയിലും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുക. അതിനർത്ഥം എന്താ? We need to be restored. We need to be restored. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ യഥാസ്ഥാനപ്പെടണമെന്നർത്ഥം. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടയിൽ റെസ്റ്റോറേഷൻ ആണ് നമുക്ക് ആവശ്യം. നമ്മൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നോർത്ത് നമ്മള് സത്യത്തിലേക്ക് ശരിയായിട്ടുള്ളത് ചെയ്യണമെന്നർത്ഥം. ഡു വാട്ട് ഈസ് റൈറ്റ്, ഡു വാട്ട് ഈസ് ഫെയർ ബിഫോർ ഗോഡ്. അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. ആദ്യ സ്നേഹം നമ്മൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, if we could not forgive others, be strong enough to forgive others. മറ്റുള്ളവർ നമ്മുടെ തെറ്റുകൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, stop it. Have a restoration. Forgive others as God has forgiven you. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ. എപ്പോൾ നമ്മളും കുറവൊക്കെ ഉള്ളപ്പോഴും, തെറ്റുകൾ ഉള്ളപ്പോഴും, നമ്മിൽ ഒത്തിരി വീഴ്ച ഉണ്ടെങ്കിലും ദൈവം നമ്മളോട് ക്ഷമിച്ചു. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് കുറവുകളുണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കണം. പ്രിയരെ, മറ്റുള്ളവരുടെ കരുണ കാണിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ടായി. എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ട് എത്രയോ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദോഷം ചെയ്തവരോട് തീർത്തും നമ്മൾ തിരിച്ചും ദോഷം ചെയ്യരുത്. ശത്രുക്കള് എന്ന് ആരെയും നമ്മൾ കരുതരുത്. നമ്മൾ അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. ബൈബിൾ നോക്കിയാൽ ലവ് ഫോർ എനിമീസ് ആൻഡ് റിയലൈസ് ഗോഡ്സ് ഡിസൈർസ്. നിങ്ങൾ സൽഗുണപൂർണരാകണം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 48. സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. കൃപാവരങ്ങൾ നമുക്ക് ആവശ്യം. ഒപ്പം നമുക്ക് എന്തുകൊണ്ട് ആവശ്യമുണ്ട്? ആത്മാവിന്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് വെരി എസെൻഷ്യൽ. പ്രിയരെ, ആത്മാവിന്റെ ഫലം നമ്മൾ രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭവം നമുക്കെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങേ സേവിപ്പാൻ ഇടയാകണമേ. നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയില്ല.
ദൈവത്തിന്റെ ആത്മാവിനെ നടത്തിപ്പ് അനുഭവിക്കുന്ന ആത്മനിറവുള്ള ദൈവത്തിന്റെ മക്കളെ, let us exhibit the fruit of the spirit. ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തത്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുക പറഞ്ഞാൽ ദൈവിഷ്ടം നമ്മിൽ നിവൃത്തിയാകണം. That means, praise God, bless others. മറ്റുള്ളവർ നമ്മൾ അനുഗ്രഹിക്കണം, അല്ലേ? ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റുള്ളവർ നമ്മൾ അനുഗ്രഹിക്കണം. Bless others. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചവർ മറ്റുള്ളവരും അനുഗ്രഹിക്കണം. Praise God. എങ്ങനെയാണ് സാധിക്കുന്നത്? For example, when we meet somebody in the morning, we say good morning in the European countries, especially in the Middle East. Okay, shalom എന്ന് എബ്രായർ പറയാറുണ്ട്. അത് മറ്റു ലാംഗ്വേജിലൊക്കെ പറയാറുണ്ട് മറ്റുള്ളവരും. എന്തായാലും അർത്ഥം എന്താ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ചുമ്മാ അതൊരു സ്റ്റൈലിന് പറയാണോ? ഒരിക്കലും അല്ലല്ലേ. നമ്മളത് ആഗ്രഹിക്കുന്നു. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു രാത്രി ഉണ്ടാകട്ടെ. ഏത് വിഷ് നമ്മൾ ചെയ്താലും അതൊരു ബ്ലെസ്സിംഗ് ആണ്. ദേവദാസന്മാർ ആശീർവാദം പറയുന്നു. പലർക്കും അതുപോലും വേണ്ട. അതിനു മുമ്പേ പല ആളുകളും മറ്റ് മനസ്സ് മാറ്റാറുണ്ട്. കഴിഞ്ഞു ആരാധന. ഞാൻ പറയുക, ബെനഡിക്ഷൻ ഈസ് എ ബ്ലെസ്സിംഗ്. ആ ബ്ലെസ്സിംഗ് ആണത് എന്ന് പറയുന്ന പോലെ when we wish and pray, that is a blessing. എന്ന് നമ്മൾ മറ്റുള്ളവരുടെ മേൽ ഒരു അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞാൽ അത് ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയരെ, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുകയാണ്. God expects all of us to bless others in these days. എന്തുകൊണ്ട്? ആരും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God so loved the world. Do we have such kind of love in our hearts to live for others, to take care of others, to show kindness to others, to bless others, to pray for the enemies, to love others? പ്രിയരെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ, മറ്റുള്ളവരോട് കരുതുന്നതിൽ, മറ്റുള്ളവരോട് ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ, മറ്റുള്ളവരെ നോക്കി യു ബ്ലസ്, അതെ, ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നതിൽ, നമ്മുടെ ചാരിറ്റിയിൽ കൂടെ ദൈവത്തിന് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എത്രമാത്രം നമ്മുടെ മനസ്സ് ദൈവിഷ്ടം ചെയ്യുന്നതിന് അനുസരണമുള്ളവരായി തീർന്നിട്ടുണ്ട്. Obey God in following the will of God. പ്രിയരെ, ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന നമ്മെ അതിലേക്ക് നയിക്കട്ടെ. എന്തിനാണെന്നറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, enable us to take the next step in my life. അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ എന്നെ സഹായിക്കണമേ, എന്റെ കുടുംബത്തെ സഹായിക്കണമേ, എന്റെ സഭയെ സഹായിക്കണമേ. ഞാൻ ഇതുവരെയും പോയ നിലയിൽ നിന്നും ഒരല്പം കൂടെ ഒരു വളർച്ച, ഒരല്പം കൂടെ ഒരു പുരോഗതി, ഒരല്പം കൂടെ ഒരു ഇംപ്രൂവ്മെന്റ്, എന്റെ മെച്യൂരിറ്റിയിൽ, എന്റെ ആറ്റിറ്റ്യൂഡിൽ, എന്റെ പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച്. യെസ്, the Holy Spirit wants every one of you to have a drastic change, a revolutionary change in our life. It is possible when we are ready to take heed the exhortations of the Holy Spirit. That is what Jesus said. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു, എങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. ഞാൻ എന്റെ നാമത്തിൽ പിതാവിനോട് യാചിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. How blessed we are. എത്ര അനുഗ്രഹിക്കപ്പെടുക നാം ഓരോരുത്തരും. London Pentecostal Church, let me exhort you in the name of Jesus Christ and say that you are the greatly privileged people, and you are the blessed people who have faith in the Lord and who are able to obey the will of God in these days to take a next step in your life. May God bless you. We shall overcome, trusting in God's faithfulness. Amen. Thank you for giving me the opportunity to share the word. We will hold you in a prayer. Remember us in your prayer too. God bless you. Thank you, Pastor Sam John and the church.